നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കൻ മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഭൂതത്താൻകെട്ടിലാണ്. ഈ കഴിഞ്ഞുപോയ വിനോദസഞ്ചാര സീസൺ നഷ്ടമായിരുന്നു എന്നാണ് വ്യാപാരികളും ഈ ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമെല്ലാം നമ്മളോട് വ്യക്തമാക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾ കാര്യമായി എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രധാന പരാതി. ഭൂതത്താൻകെട്ടിലെ ടൂറിസ്റ്റ് ഗൈഡാണ് റോയി എബ്രഹാം. ഏകദേശം 25 കൊല്ലത്തോളമായി ഈ ടൂറിസം മേഖലയിൽ റോയി എബ്രഹാം പ്രവർത്തിക്കുന്നു. ഈ കഴിഞ്ഞ പോയ ടൂറിസം സീസണിലെ ഒരു അനുഭവം നമ്മൾ റോയിയോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. എന്താണ് റോയി പറയാനുള്ളത്? അത് എല്ലാ പ്രാവശ്യത്തെക്കാളും ഈ പ്രാവശ്യം വളരെ കണ്ടമാനം ആളുകൾ കുറഞ്ഞുപോയി. അത് കുറയാൻ കാരണം ചൂട് കൂടുതൽ. നമുക്കറിയാം, എല്ലാ സ്ഥലത്തും പോലെ ഇവിടെയും ചൂട് കൂടുതലായിരുന്നു. ചൂടിന്റെ കൊണ്ട് ഒരു വൈകിട്ടാകുമ്പോഴേക്കും ആൾക്കാർ ഇറങ്ങുള്ളൂ. ഒരു 4 മണി 5 മണിയാകുമ്പോഴേക്കും ബോട്ടിങ് അവസാനിക്കും. പിന്നെ അതുപോലെ പാർക്ക് അടയ്ക്കും. പിന്നെ അങ്ങനെ അതുകൊണ്ട് തീരെ കുറവായിരുന്നു ആൾ. അത് ബോട്ടിനൊന്നും ഒരു ആളുണ്ടായില്ല. വളരെ അപൂർവം. ഒത്തിരി ബുക്കിംഗ് കിട്ടിക്കൊണ്ടിരുന്നു. ബുക്കിംഗ് ഒന്നും ഉണ്ടായില്ല ഞങ്ങൾക്ക് ഇവിടെ. അപ്പം അങ്ങനെ ഒന്നുകൊണ്ട് കണ്ടാൽ അത് ഒത്തിരി ക്ഷീണം ചെയ്തു. നമുക്ക് കണ്ടുപോകാൻ ക്ഷീണം ചെയ്തു. മറ്റെല്ലാത്തിലും മിക്ക ദിവസങ്ങളും ശനി ഞായർ മാത്രം കാൾ വന്നിട്ടുന്ന സമയത്ത്, ദിവസങ്ങൾ വന്നിരുന്ന സമയത്ത് ശനി ഞായറിലേക്ക് ഒതുങ്ങിയത്. അതും വളരെ ഉച്ച കഴിഞ്ഞ് മാത്രം ഇറങ്ങുള്ളൂ, രാവിലെ ഇറങ്ങില്ല. പിന്നെ ഇവിടെ ടി വിയിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. നമുക്ക് ചൂട് കൂടുതൽ സാധനം സൂക്ഷിക്കുന്ന അതൊന്നും ആൾക്കാർ കൂടുതൽ ഇറങ്ങിയില്ല. നമ്മൾ അത് വളരെ ഡല്ലായിരുന്നു. ശരിക്കും ടൂറിസം വളരെ ഡല്ലായിരുന്നല്ല. റോയി മാത്രമല്ല, ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക ഗൈഡുമാരും ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഹോം സ്റ്റേകള്, റിസോർട്ടുകള്, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവര്, ഈ ബോട്ടിംഗ് കരാർ എടുത്തിട്ടുള്ളവര് എന്ന് തുടങ്ങി ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെല്ലാം തന്നെ ഈ കഴിഞ്ഞ ടൂറിസം സീസൺ അവർക്ക് സമ്മാനിച്ചത് വലിയൊരു നഷ്ടമാണ് എന്ന് തന്നെയാണ് നമ്മളോട് പറയുന്നത്. എന്തായാലും ആ ഒരു കൂടുതൽ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് പോകാം. എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഇവിടെ കച്ചവടം കുറവ്, വെയില് കൂടുതല്, ജീവിക്കാൻ ആകെ മൊത്തം ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഇപ്പൊ ബോട്ടുകാർക്കാണെങ്കിലും ഒരു രക്ഷയില്ല, ഞങ്ങൾക്ക് കടക്കാർക്കാണെങ്കിലും. മനുഷ്യര് വന്നാലാണല്ലോ ഞങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനും 10 പൈസ ഞങ്ങൾക്ക് കിട്ടാനും ഉള്ളു. ഇതൊന്നും ഇല്ല. ഞങ്ങളങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടും ത്യാഗങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നു ഞങ്ങള്. സാധാരണ കഴിഞ്ഞ ടൂറിസം സീസണിലൊക്കെ ചേച്ചി ഇവിടെ തന്നെ ഉണ്ടോ? ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ കുറഞ്ഞൊരു ടൂറിസം സീസൺ ഇതാണോ? ഇപ്പോഴാ ഈ ഒരു വർഷമാണ് ഞങ്ങൾക്ക് തീരുമാനം. ഞങ്ങൾക്ക് കച്ചവടവും ഇല്ല, ആളും കുറവും. ചൂട് തന്നെ ആയിരുന്നു കാരണം. ചൂട്, നല്ല ചൂടാ ഞങ്ങൾക്ക്. ഇപ്പൊ തന്നെ നോക്കിയേ, ഞങ്ങളെ വേർത്തല്ലേ നിക്കണേന്ന് നോക്കിയേ എന്ന് പറഞ്ഞ് നല്ല ചൂടായ കാരണം ഭയങ്കര നഷ്ടത്തിൽ വന്നിട്ടാണ്. കച്ചവടം ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ ടൂറിസ്റ്റുകൾ വരുന്നുണ്ടോ? ഇപ്പൊ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. മഴയായ കാരണം പിന്നെ ഇച്ചിരി കുറഞ്ഞു. മഴക്കാലത്ത് ആളുകൾ വരാറുണ്ടോ? ശരിക്കും മഴക്കാലത്ത് വരാറുണ്ട് ആൾക്കാര്. എങ്ങനെയുണ്ട് ഭൂതാനിലെ സ്ഥിതി? ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് വളരെ മോശമാണ്. അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ആളുകൾ വരുന്നുണ്ടോ? ആളുകൾ കുറവാ ഇപ്പൊ കുറവാ. ഈ ടൂറിസ്റ്റ് സീസൺ എങ്ങനെ പോയി? വലിയ കുഴപ്പമില്ലായിരുന്നു. അന്നാ അത്ര വലിയ ഇതുമല്ലായിരുന്നു. ആൾക്കാർ കുറവായിരുന്നു. പൊതുവെ ചൂട് ബാധിച്ചോ? ചൂട് ബാധിച്ചിട്ടുണ്ട്. നന്നായിട്ട് ബാധിച്ചു. നന്നായിട്ട് ബാധിച്ചു. എത്ര കൊല്ലായി ഇവിടെ കച്ചവടം നടന്നു? 2006 2006 ഇവിടെ ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും മോശം സീസൺ എന്ന് പറയാൻ കഴിഞ്ഞു പോയ ഈ സീസൺ അല്ലേ? ഒരുപാട് ടൂറിസ്റ്റുകൾ കുറഞ്ഞു. ചൂട്, മഴയായപ്പോ മഴ. സാറ് മഴയത്തും ടൂറിസ്റ്റുകൾ വരുന്നല്ലേ? എന്നാലും പൊതുവെ കച്ചവടത്തിൽ കുറവുണ്ട്. ആൾക്കാരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അതായിരിക്കും. ഇവിടെ ഒരുപാട് കാണാനുണ്ടെന്നൊക്കെ പറയുന്നത് ശരിയാണോ? ഇവിടെ ഉണ്ട്. അവിടെ പഴയ ഭൂത്താങ്കെട്ടുണ്ട്. പഴയ ഭൂത്താങ്കെട്ടിലേക്ക് പോകും. പിന്നെ വടാട്ടുപാറ വെള്ളച്ചാട്ടം ഉണ്ട്. വടാട്ടുപാറ ഇടമലയാർ മേഖലയിലേക്ക് ടൂറിസ്റ്റുകൾ ഇതിലെ തന്നെയാണ്. അപ്പൊ അത് കാരണം ആ ഒരു കച്ചവടം കൂടെ ഈ ഭാഗത്ത് കേന്ദ്രീകരിക്കാം അല്ലേ? ഇത് കഴിഞ്ഞാൽ പിന്നെ വടാട്ടുപാറയല്ലേ ഉള്ളൂ. പിന്നെ ഇടമലയാറ് തുറന്നു കൊടുത്താൽ ഇതിലും കൂടുതൽ ടൂറിസം ഉണ്ടാവും. ഓ ശരി. ഇടമലയാറ് കാഴ്ചക്കാർക്ക് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ടൂറിസം